ഒരു ദിവസം നിങ്ങൾ ഒരു ചുമരിൽ കൈവയ്ക്കുന്നു. അടുത്ത നിമിഷം നിങ്ങൾ എത്തപ്പെടുന്നത് അനന്തമായിട്ട് നീണ്ടുകിടക്കുന്ന മഞ്ഞ നിറമുള്ള മുറികളിലേക്കാണ്. അവിടെ ജനലുകളില്ല, പുറത്തേക്കുള്ള വഴിയില്ല, സഹായത്തിനായിട്ട് വിളിച്ചാലും ആരും കേൾക്കാനില്ല. പക്ഷേ ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം അതൊന്നുമല്ല. അവിടെ നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളെ നിരീക്ഷിക്കുന്ന എന്തോ ഒന്നുണ്ട്. നിങ്ങളുടെ ഓർമ്മകളെ ഉപയോഗിച്ച് നിങ്ങളെ വേട്ടയാടുന്ന എന്തോ ഒന്ന്. ഒരിക്കൽ അകത്ത് കയറി കഴിഞ്ഞാൽ തിരികെ വരുമെന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത ആ സ്ഥലത്തിൻ്റെ പേരാണ് ബാക്ക് റൂംസ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് 2026 പുറത്തിറങ്ങിയ മനഃശാസ്ത്രപരമായിട്ടുള്ള ഭയവും കോസ്മിക് ഹൊററും ഒരുമിച്ച് ചേർത്ത ഈ ഭീകര സിനിമയുടെ മുഴുവൻ കഥയുമാണ്. അപ്പോൾ 1990-ലാണ് അസിങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് അവരുടെ ഗവേഷകനായിട്ടുള്ള നരേനെ ബാക്ക് റൂംസ് എന്ന ആ ദുരൂഹ സ്ഥലത്തേക്ക് അയക്കുന്നത്. അവിടെ എത്തുന്ന നരേൻ കാണുന്നതൊക്കെ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുകയാണ്. പക്ഷേ എവിടെ നോക്കിയാലും ഒരേപോലെയുള്ള മഞ്ഞ ചുമരുകളും നിലവും മാത്രം. എത്ര നടന്നാലും അതേ കാഴ്ച തന്നെ. അങ്ങനെ നടക്കുന്നതിനിടയിലാണ് ചില കേബിളുകൾ അവൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. കൗതുകം തോന്നിയ നരേൻ അവയെ ഫോളോ ചെയ്തു പോകുന്നു. ഒടുവിൽ ഒരു ട്രൈപോഡും കുറച്ച് ബോക്സുകളും കാണുകയാണ്. അതിൻ്റെ പിന്നിലുള്ള മുറിയിലെത്തിയപ്പോൾ അവൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം അവിടെ പലതരത്തിലുള്ള ഉപകരണങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സുരക്ഷയ്ക്കായിട്ട് ആദ്യം നരേൻ ചില ബോക്സുകൾ വലിച്ചിട്ട് മുറിയുടെ പ്രവേശനം അടയ്ക്കുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം റേഡിയോ ഉപയോഗിച്ചിട്ട് ഹെഡ് ക്വാർട്ടേഴ്സുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് അവൻ പറയുന്നത് ഇതുവരെ ആരും എത്തിയിട്ടില്ലാത്തത്ര ദൂരം താൻ എത്തിയെന്നും തൻ്റെ ടീമിനുള്ളവരെ കാണാതായെന്നും അതുമാത്രമല്ല ഈ സ്ഥലത്ത് വേറെയും എന്തൊക്കെയുണ്ടെന്ന് തോന്നുന്നുവെന്നും എത്രയും വേഗം തന്നെ രക്ഷപ്പെടുത്തണമെന്നും അവൻ ആവശ്യപ്പെടുകയാണ്. അത് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് തന്നെ ഒരു വിചിത്ര ശബ്ദം കേൾക്കുന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു പക്ഷി ചുമരിലിടിച്ച് വീഴുന്നതാണ് കാണുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് നോക്കാൻ അടുത്ത് പോകുമ്പോൾ ആ പക്ഷി പെട്ടെന്ന് പറന്നു പോകുന്നു. അതിനുശേഷം നരേൻ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഇത്തവണ കാഴ്ചകൾ കുറച്ച് വ്യത്യസ്തമായിരുന്നു. ശൂന്യമായിട്ടുള്ള മുറികൾക്ക് പകരം പലതരം വസ്തുക്കൾ അവിടെ കാണാൻ തുടങ്ങി. ചിലത് പാതിയിൽ നിർമ്മാണം നിർത്തിയതുപോലെയും ചിലത് ചുമരുകളോട് ഒട്ടിപ്പിടിച്ചതുപോലെയൊക്കെ ആയിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഒരു വാതിൽ തുറക്കുന്ന ശബ്ദം അവൻ കേൾക്കുന്നത്. നരേൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ കണ്ടത് ഭീകരമായിട്ടുള്ള ഒരു ജീവിയാണ്. അത് നേരെ അവൻ്റെ അടുത്തേക്ക് വരികയായിരുന്നു. ജീവനം കൊണ്ട് ഓടിയ നരേൻ കഴിയുന്നത്ര വേഗത്തിൽ ഓടാൻ തുടങ്ങുന്നു. ഓടിയെത്തിയത് ഒരു ദ്വീപ് പോലെയുള്ള അലങ്കാരങ്ങളൊക്കെയുള്ള ഒരു മുറിയിലേക്കാണ്. പക്ഷേ അവിടെ എത്തിയപ്പോൾ മറ്റൊരു പ്രശ്നം. പുറത്തേക്കുള്ള വാതിൽ തുറക്കാൻ ശ്രമിച്ചിട്ടും അത് തുറക്കുന്നില്ല. അതിനിടയിൽ ആ ജീവിയും അവനെ കണ്ടെത്തുന്നു. ഒടുവിൽ അത് നരേനെ പിടികൂടി നിലത്തേക്ക് വീഴ്ത്തുകയാണ്. പിന്നീട് അസിങ്കിലെ ശാസ്ത്രജ്ഞർ ഈ മുഴുവൻ സംഭവത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. കുറച്ച് ആഴ്ചകൾക്ക് ശേഷം കഥ മറ്റൊരു കഥാപാത്രത്തിലേക്ക് മാറുന്നു. മേരി എന്ന തെറാപ്പിസ്റ്റ് തൻ്റെ ബാല്യകാല വീട് പൊളിച്ചു നീക്കുന്നത് കണ്ടു നിൽക്കുകയാണ്. അത് അവൾക്ക് സഹിക്കാനാവാത്ത കാഴ്ചയായിരുന്നു. കാരണം വീട്ടിലേക്കുള്ള സിമൻറ്റ് പാതയിൽ പതിഞ്ഞിരിക്കുന്ന കൈപ്പാടുകൾ കണ്ടപ്പോൾ അമ്മയോടൊപ്പം അത് ഉണ്ടാക്കിയ ദിവസം അവൾക്ക് ഓർമ്മ വരുന്നു. അതേസമയം ക്ലർക്ക് എന്നൊരാൾ തൻ്റെ ഫർണിച്ചർ സ്റ്റോറിൽ ഒരു പുതിയ ദിവസം ആരംഭിക്കുകയാണ്. പക്ഷേ ബിസിനസ് അത്ര നല്ല നിലയിലല്ല. കാരണം കടയിലെ കാര്യങ്ങൾ അത്ര കൃത്യമായിട്ടൊന്നും മുന്നോട്ട് പോകുന്നില്ല. അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ ശേഷം ക്ലർക്ക് മേരിയുടെ അടുത്ത് തെറാപ്പി സെഷനായിട്ട് എത്തുന്നു. താൻ ഒറ്റപ്പെടാൻ അർഹനാണോ എന്നുവരെ അവൻ ചിന്തിക്കുന്ന അവസ്ഥയിലാണ്. അവനെ കൂടുതൽ തുറന്ന് സംസാരിപ്പിക്കാൻ മേരി ഒരു റോൾ പ്ലേ എക്സസൈസൊക്കെ നടത്തുന്നുണ്ട്. അതിൽ ക്ലർക്കിൻ്റെ ഭാര്യയുടെ വേഷം മേരി തന്നെ ചെയ്യുന്നു. നിരന്തരമായിട്ടുള്ള മദ്യപാനവും വഴക്കുകളും കാരണം ഭാര്യ അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ സാഹചര്യമാണ് അവർ അഭിനയിക്കുന്നത്. ഭാര്യയ്ക്ക് മറ്റൊരു പരാതിയും ഉണ്ടായിരുന്നു. ക്ലർക്ക് എപ്പോഴും കടയിലായിരിക്കും, കുടുംബത്തിനായിട്ട് സമയം കണ്ടെത്താറില്ല. എന്നാൽ ക്ലർക്കിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ എല്ലാ സാമ്പത്തിക ബാധ്യതകളും താനാണ് വഹിച്ചതെന്നും ഭാര്യ കോളേജ് പഠനം ഇടയ്ക്ക് വെച്ച് നിർത്തി വീട്ടിലായിരുന്നുവെന്നും അവൻ കരുതിയിരുന്നു. അതുകൊണ്ട് അവനിലും ഒരു വലിയ വിരോധം വളർന്നിട്ടുണ്ടായിരുന്നു. സംസാരത്തിനിടയിൽ മേരി ക്ലർക്കിൻ്റെ പരാജയപ്പെട്ട ആർക്കിടെക്റ്റ് കരിയറിനെ കുറിച്ച് പറയുമ്പോൾ അവൻ്റെ നിയന്ത്രണം നഷ്ടമാവുന്നു. അവൻ മേരിയോട് ദേഷ്യപ്പെട്ട് കയർത്ത് സംസാരിക്കുന്നുണ്ട്. ഉടൻ തന്നെ മേരി ആ എക്സസൈസ് അവസാനിപ്പിക്കുന്നു. പിന്നെ അവനോട് പറയുന്നത് ഈ പ്രതികരണം സാധാരണമാണെന്നാണ്. ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ ഉള്ളിലെ മാനസികാവസ്ഥ അറിയാനും അവയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിക്കാനുമാണ് ശ്രമിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ക്ലർക്ക് തൻ്റെ കടയുടെ പരസ്യം ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് കടൽ കൊള്ളക്കാരൻ്റെ വേഷം ധരിക്കുകയാണ്. വലിയ ഓഫറുകളും ഡിസ്കൗണ്ടുകളും പ്രഖ്യാപിക്കുന്ന ഒരു പരസ്യമായിരുന്നു അത്. പക്ഷേ ഷൂട്ടിങ്ങിനിടയിൽ ഒരു കസേരയിലിരുന്നപ്പോൾ അതിൻ്റെ കാലൊടിഞ്ഞു പോകുന്നു. ക്ലർക്ക് നേരെ നിലത്തേക്ക് വീഴുകയും ചെയ്യുക. അസിസ്റ്റൻ്റ് മാനേജറായിട്ടുള്ള കാറ്റും അവളുടെ ബോയ് ഫ്രണ്ട് ബോബിയും വീണ്ടും ഒരു ടേക്ക് എടുക്കണമെന്ന് പറയുന്നുണ്ടെങ്കിലും ക്ലർക്കിന് അതിന് താല്പര്യമുണ്ടായിരുന്നില്ല. അന്ന് ഉച്ചയ്ക്ക് ക്ലർക്ക് ഒരു ഇലക്ട്രീഷ്യനെ കടയിലേക്ക് കൊണ്ടുവരുന്നു. കാരണം മാസങ്ങളായിട്ട് അവിടെ വൈദ്യുതി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ലൈറ്റുകൾ ഇടയ്ക്കിടെ മിന്നുകയും പവർ പോവുകയും ചെയ്യും. പക്ഷേ അതൊന്നും കണക്കാക്കാതെ വൈദ്യുതി ബിൽ അസാധാരണമായിട്ട് ഉയർന്നതായിരുന്നു. ബേസ്മെൻറ്റിലെ ഫ്യൂസ് ബോക്സ് പരിശോധിച്ച ഇലക്ട്രീഷ്യനാണെങ്കിൽ ഒരു വിചിത്ര കാര്യം കണ്ടെത്തുകയാണ്. അവിടെ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത 3 ചുവന്ന സ്വിച്ചുകൾ കണ്ടെത്തിയിരിക്കുന്നു. ക്ലർക്കിനും അവയെക്കുറിച്ച് യാതൊരു അറിവുണ്ടായിരുന്നില്ല. അവർ പലതവണ സ്വിച്ചുകൾ അമർത്തി നോക്കിയെങ്കിലും ഒന്നും സംഭവിക്കുന്നില്ല. അന്ന് രാത്രി മേരി വീട്ടിൽ TV കാണുകയാണ്.
പക്ഷേ അവൾക്ക് കാണേണ്ടി വരുന്നത് സ്വന്തം തെറാപ്പി കാസറ്റുകളുടെ പരസ്യമാണ്. അതോടൊപ്പം പഴയ വീട്ടിൽ നിന്ന് എടുത്തു വെച്ച ആ സിമൻറ്റ് കൈപ്പാടിലേക്കും അവൾ ഇടയ്ക്കിടെ നോക്കുന്നുണ്ട്. അതേസമയം ക്ലർക്ക് തൻ്റെ കടയിലിരുന്ന് മദ്യപിക്കുകയും ടി വി കാണുകയും ചെയ്യുകയാണ്. ഭാര്യ പുറത്താക്കിയതിന് ശേഷം അവൻ താമസിക്കുന്നതും അവിടെ തന്നെയായിരുന്നു. പെട്ടെന്നാണ് ടി വി ഓഫാകുന്നത്. എന്താണ് കാരണമെന്ന് പരിശോധിച്ചിട്ടും അവനൊന്നും മനസ്സിലാകുന്നില്ല. അതിന് പിന്നാലെ കടയിലെ ലൈറ്റുകൾ സ്വയം തെളിയുകയും കുറച്ച് സെക്കൻഡുകൾ മിന്നിമറയുകയും ചെയ്ത് വീണ്ടും ഓഫാകുകയും ചെയ്യുന്നു. ഒറ്റപ്പെടലും നിരാശയും നിറഞ്ഞ ക്ലർക്ക് ഒടുവിൽ കാറെടുത്ത് പുറത്തിറങ്ങുന്നു. ഡ്രൈവ് ചെയ്യുന്നതിനിടെ മേരിയുടെ തെറാപ്പി ടേപ്പുകൾ കേൾക്കാനും അവൻ തുടങ്ങുന്നുണ്ട്. അങ്ങനെ ആ രാത്രി കഴിഞ്ഞ ശേഷം ക്ലർക്ക് ഒരു ദിവസം തൻ്റെ പഴയ വീട്ടിലേക്കാണ് പോകുന്നത്. അകത്ത് കയറാനോ ആരെങ്കിലും കാണാനോ അല്ല, വെറുതെ ആ വീടൊന്ന് കാണാൻ വേണ്ടിയിട്ട്. ആ വീട് കണ്ടപ്പോൾ പഴയ ഓർമ്മകളൊക്കെ വീണ്ടും അവൻ്റെ മനസ്സിലേക്ക് വരികയായിരുന്നു. അതേസമയം മേരി തൻ്റെ കുടുംബാംഗങ്ങൾക്കായിട്ട് ഒരു ചെറിയ ഗെറ്റ് ടുഗദറൊക്കെ സംഘടിപ്പിക്കുന്നു. പക്ഷേ അമ്മയുടെ മരണത്തെ അവൾ ഇപ്പോഴും പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടിട്ടില്ലായിരുന്നു. പാർട്ടി നടക്കുന്നതിനിടയിൽ തന്നെ അവൾക്ക് കടുത്ത ഉത്കണ്ഠ അനുഭവപ്പെടാൻ തുടങ്ങുന്നു. ഉടൻ തന്നെ അവൾ തൻ്റെ ഓഫീസിലേക്ക് ഓടിപ്പോവുകയാണ്. അവിടെ ഒരു ക്യാബിനറ്റിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന മരുന്നെടുത്ത് കഴിക്കുന്നുണ്ട്. പുറത്തുനിന്ന് നോക്കുമ്പോൾ എല്ലാം നോർമലായിട്ട് തോന്നിയാലും മേരിയും ഉള്ളിൽ വലിയൊരു പോരാട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ക്ലർക്ക് വീണ്ടും കടയിലിരുന്ന് മദ്യപിച്ചുകൊണ്ട് ടി വി കാണുകയാണ്. അപ്പോഴൊരു മത്സര സ്ഥാപനത്തിൻ്റെ പരസ്യം വരുന്നു. അത് കണ്ടപ്പോൾ തന്നെ അവന് ദേഷ്യം വരുന്നു. പക്ഷേ അതിലും വിചിത്രമായിട്ടുള്ളൊരു കാര്യം ഉടനെ സംഭവിക്കുകയാണ്. ടി വി സ്ക്രീൻ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുകയും ഒരു സെക്കൻഡോളം ബാക്ക് റൂംസിൻ്റെ ദൃശ്യം കാണിക്കുകയും ചെയ്യുന്നു. പിന്നെ ടി വി ഓഫാവുന്നു. ദേഷ്യത്തോടെ ക്ലർക്ക് ടി വിയിലടിക്കുമ്പോഴാണ് ബേസ്മെൻറ്റിലെ ലൈറ്റുകൾ തെളിഞ്ഞിരിക്കുന്നതായിട്ട് കാണുന്നത്. ഉടൻ തന്നെ അവൻ താഴേക്ക് പോകുന്നു. അവിടെ കണ്ട എല്ലാ സ്വിച്ചുകളും ഓഫ് ചെയ്ത് നോക്കി. പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല. ഒടുവിൽ ആ 3 ചുവന്ന സ്വിച്ചുകളുടെ അടുത്തെത്തിയിട്ട് അവ അമർത്തുമ്പോഴാണ് മുഴുവൻ കെട്ടിടത്തിലെയും വൈദ്യുതി പോകുന്നത്. വീണ്ടും അമർത്തിയിട്ടും പവർ തിരികെ വരുന്നില്ല. അങ്ങനെ തിരികെ പോകാൻ ഒരുങ്ങുമ്പോഴാണ് ചുമരിൽ ഒരു തിളങ്ങുന്ന രേഖ ക്ലർക്കിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. കൗതുകത്തോടെ അടുത്തേക്ക് നീങ്ങുമ്പോൾ അത് അപ്രത്യക്ഷമാകുന്നു. എന്താണെന്നറിയാൻ ചുമരിൽ കൈവച്ച നിമിഷം തന്നെ അവൻ്റെ ശരീരം മുഴുവൻ അതിനുള്ളിലൂടെ കടന്നു പോകുന്നു. അടുത്ത നിമിഷം അവൻ ചെന്ന് വീഴുന്നത് മഞ്ഞ നിറത്തിലുള്ള ഒരു നിലത്തേക്കാണ്. അതെ, ക്ലർക്ക് ഇപ്പോൾ ബാക്ക് റൂംസിലേക്ക് എത്തിക്കഴിഞ്ഞു. എന്താണ് സംഭവിച്ചതെന്ന് പോലും മനസ്സിലാകാതെ അവൻ മുന്നിലുള്ള ഒരു വലിയ ഫർണിച്ചർ കൂമ്പാരം നോക്കി നിൽക്കുകയാണ്. അല്പസമയം കഴിഞ്ഞ് അവൻ വീണ്ടും ചുമരിൽ സ്പർശിക്കുകയാണ്. അപ്പോൾ ചുമരിനുള്ളിലൂടെ നേരെ കടന്ന് തിരിച്ച് ബേസ്മെൻറ്റിലേക്ക് എത്തുന്നു. ഇപ്പോൾ ക്ലർക്കിൻ്റെ ഭയം പതിയെ കൗതുകമായിട്ട് മാറുകയാണ്. അതുകൊണ്ട് അവൻ വീണ്ടും ആ ചുമരിലൂടെ ബാക്ക് റൂംസിലേക്ക് കടക്കുന്നു. അവിടെയുള്ള ഫർണിച്ചറുകൾ പരിശോധിച്ചപ്പോൾ അവനൊരു കാര്യം തിരിച്ചറിയാണ്. അവയെല്ലാം തൻ്റെ കടയിലുണ്ടായിരുന്ന സാധനങ്ങളായിരുന്നു. ഇതെങ്ങനെ ഇവിടെ എത്തിയെന്ന ചോദ്യം മനസ്സിലുണ്ടായിരുന്നെങ്കിലും ക്ലർക്ക് മുന്നോട്ട് നീങ്ങുകയാണ്. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ കണ്ണാടി എഴുത്തിൽ, അതായത് ഒരു മിറർ ഫോർമാറ്റിൽ എഴുതിയ ഒരു സ്റ്റോപ്പ് സൈൻ കാണുന്നു. അത് കണ്ടപ്പോൾ അവൻ ആ വഴി ഒഴിവാക്കിയിട്ട് മറ്റൊരു ഇടനാഴിയിലൂടെ പോകുന്നു. അവിടെയാണ് തുടക്കത്തിൽ കണ്ടിരുന്ന ആ പക്ഷി മരിച്ച നിലയിൽ കിടക്കുന്നത് കാണുന്നത്. മുന്നോട്ട് പോയപ്പോൾ നിരവധി കസേരകൾ കൂട്ടിയിട്ടിരിക്കുന്നത് കാണാം. അതിനിടയിൽ പല ഭാഷകളിൽ സംസാരിക്കുന്ന പോലൊരു വിചിത്ര ശബ്ദവും കേൾക്കുന്നുണ്ട്. ആ ശബ്ദത്തെ പിന്തുടർന്നു പോയ ക്ലർക്ക് ഒടുവിൽ അതിൻ്റെ ഉറവിടം കണ്ടെത്തുകയാണ്. ഒരു റെക്കോർഡർ ഘടിപ്പിച്ച കട്ടൗട്ടിൽ നിന്നാണ് ആ ശബ്ദം വരുന്നത്. അതിൻ്റെ പിന്നിലുള്ള കേബിളുകൾ പിന്തുടർന്നപ്പോൾ ഒരു വാതിലിൻ്റെ അടുത്തെത്തുന്നു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അത് തുറക്കാൻ കഴിയുന്നില്ല. തിരികെ പോകുന്നതിനിടയിൽ ചുമരിൽ നിന്ന് എന്തോ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് അവൻ കാണുന്നുണ്ട്. അടുത്തു നോക്കിയപ്പോൾ അതൊരു പാനലാണെന്ന് മനസ്സിലാവുന്നു. അത് വലിച്ചു മാറ്റിയപ്പോൾ അകത്തൊരു ബാഗ് കണ്ടെത്തുന്നു. അതിനുള്ളിൽ ചില ടേപ്പുകളും ഡിസ്കുകളും പിന്നെ നരേൻ്റെ ID കാർഡും ഉണ്ടായിരുന്നു. അതായത് നരേൻ ശരിക്കും ഇവിടെ എത്തിയിരുന്നു എന്നതിന് ഇതൊരു വലിയ തെളിവായിരുന്നു. അതിനകത്ത് ഒരു തുരങ്കവും ഉണ്ടായിരുന്നു. ക്ലർക്ക് അതിലൂടെ ഇഴഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. ഒടുവിലെത്തുന്നത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു മുറിയിലേക്കാണ്. അവിടെയുള്ള പല വസ്തുക്കളും പതിയെ നിലത്തിനുള്ളിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു വലിയ കുഴിയിലേക്ക് നോക്കിയപ്പോൾ ധാരാളം കസേരകൾ അതിനുള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നതും കാണുന്നു. അപ്പോഴാണ് ആ പരിചിതമല്ലാത്ത ശബ്ദം വീണ്ടും കേൾക്കുന്നത്. ക്ലർക്ക് തുരങ്കത്തിലൂടെ പിന്നിലെ മുറിയിലേക്ക് നോക്കി അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അടുത്ത നിമിഷം റെക്കോർഡിങ് നിൽക്കുന്നു. പിന്നാലെ ആ കട്ടൗട്ട് തകർന്ന കഷ്ണങ്ങളായിട്ട് മുറിക്കുള്ളിലേക്ക് എറിഞ്ഞു വീഴാണ്. ഇത് കണ്ടതോടെ ക്ലർക്ക് ശരിക്കും പേടിക്കുന്നു. ഉടൻ തന്നെ അവൻ ആ സ്ഥലത്ത് നിന്ന് മാറി ഒരു ചെരുവിൻ്റെ മുകളിലുള്ള ചെറിയ വാതിലിനടുത്തേക്ക് പോവുകയാണ്. ആ വാതിലിലാണെങ്കിൽ 3 നോബുകൾ ഉണ്ടായിരുന്നു. ഓരോന്നും പരീക്ഷിച്ച ശേഷമാണ് ഒടുവിൽ അത് തുറക്കാൻ കഴിയുന്നത്. വാതിലിൻ്റെ ഫ്രെയിം അത്രയും ചെറുതായിരുന്നതിനാൽ കഷ്ടിച്ച് മാത്രമേ അവനകത്ത് കടക്കാനായിട്ട് കഴിഞ്ഞുള്ളൂ. അടുത്ത മുറിയിലെത്തിയ ഉടനെ തന്നെ അവൻ ആ വാതിലടയ്ക്കുന്നു. കാരണം എന്തോ ഒരു കാര്യം തന്നെ പിന്തുടരുന്നുണ്ടെന്ന തോന്നല് അവനുണ്ടായിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ സ്റ്റോപ്പ് സൈൻ കാണുകയാണ്. അതുവഴി അവൻ നേരത്തെ വന്ന വഴി തിരിച്ചറിയുകയും ഫർണിച്ചറുകളുടെ കൂമ്പാരത്തിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു. ഇപ്പോൾ പുറത്തേക്ക് പോകാനായിട്ട് ചുമരിൽ സ്പർശിക്കുകയാണ്. പക്ഷേ ഇത്തവണ വഴി കണ്ടെത്താനാകുന്നില്ല.
എത്ര ശ്രമിച്ചിട്ടും പുറത്തു കിടക്കാൻ കഴിയാതെ വന്നപ്പോൾ ക്ലർക്ക് പാനിക്കാവാണ്. ഭാഗ്യവശാൽ നിരവധി പരീക്ഷണങ്ങൾക്ക് ശേഷം ഒടുവിൽ ശരിയായിട്ടുള്ളൊരു സ്ഥലം കണ്ടെത്തി ചുമരിലൂടെ പുറത്തു കിടക്കാനായിട്ട് അവന് സാധിക്കുന്നു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവൻ വീണ്ടും ബാക്ക് റൂംസിലേക്ക് മടങ്ങി വരുന്നു. ഇത്തവണ തെളിവിനായിട്ട് ഒരു ചെറിയ സ്റ്റൂൾ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഇത് വെറും ഭ്രമമല്ലെന്ന് തെളിയിക്കാനായിരുന്നു ആ ശ്രമം. അതേസമയം അസിംഗിലെ ഗവേഷകനായിട്ടുള്ള ഫില്ല് ക്ലർക്കിന്റെ ഈ മുഴുവൻ ദൃശ്യങ്ങളും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അടുത്ത തെറാപ്പി സെഷനിൽ ക്ലർക്ക് മേരിയോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നു. കഴിഞ്ഞ 3 ദിവസമായിട്ട് താൻ മദ്യപിച്ചിട്ടില്ലെന്നും ബാക്ക് റൂംസിൽ സംഭവിച്ചതെല്ലാം യാഥാർത്ഥ്യമാണെന്നും. അത് തെളിയിക്കാനായിട്ട് അവൻ സ്വന്തം കൈകൊണ്ട് വരച്ച ഒരു മാപ്പ് പോലും കാണിക്കുന്നുണ്ട്. പക്ഷേ മേരിക്ക് ഇതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. മദ്യപാനം നിർത്തിയതിൻ്റെ പാർശ്വഫലങ്ങളായിരിക്കാം ഇതെന്നൊക്കെയാണ് അവൾ കരുതുന്നത്. അത് കേട്ട ക്ലർക്ക് ആകെ നിരാശനാവുകയാണ്. മാപ്പ് തിരികെ വാങ്ങിയ ശേഷം തൻ്റെ കഥ സത്യമാണെന്ന് തെളിയിക്കുമെന്ന് അവൻ സത്യം ചെയ്യുകയാണ്. അതിനുശേഷം ക്ലർക്ക് കാറ്റിനെയും ബോബിയെയും കാണാൻ വേണ്ടി പോകുന്നു. ഒരു പ്രൊജക്റ്റിന് അവരുടെ സഹായം വേണമെന്ന് പറയുന്നു. അതിന് പണം നൽകാമെന്നും സമ്മതിക്കുന്നുണ്ട്. അടുത്ത ദിവസം 3 പേരും ബേസ്മെൻറ്റിലേക്ക് എത്തുകയാണ്. എല്ലാം റെക്കോർഡ് ചെയ്യാനായിട്ട് ബോബിയോട് ക്ലർക്ക് പറയുന്നുണ്ട്. കുറച്ച് സാധനങ്ങൾ ഒരു ബാഗിൽ വെക്കുകയും ചുമരിലുള്ള പ്രവേശന സ്ഥലം അടയാളപ്പെടുത്തുകയും ചെയ്ത ശേഷം യാതൊരു മടിയും കൂടാതെ അവൻ ചുമരിലൂടെ അകത്തേക്ക് കടക്കുന്നു. ഇത് നേരിൽ കണ്ട കാറ്റും ബോബിയും ഞെട്ടിപ്പോവാണ്. അപ്പുറത്ത് നിന്ന് ക്ലർക്കിൻ്റെ ശബ്ദം കേൾക്കാം. അവരോടും അകത്തേക്ക് വരാൻ അവൻ ആവശ്യപ്പെടുന്നു. പക്ഷേ കാറ്റ് അതിന് തയ്യാറായിരുന്നില്ല. കാരണം ഇത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണെന്നാണ് അവളുടെ വിശ്വാസം. ബോബിക്ക് പക്ഷേ കാര്യങ്ങൾ വളരെ കൗതുകമായിട്ടാണ് തോന്നിയിരുന്നത്. അതുകൊണ്ട് അവൻ മടിക്കാതെ ക്ലർക്കിൻ്റെ പിന്നാലെ ബാക്ക് റൂംസിലേക്ക് എത്തുന്നു. അകത്തെ കാഴ്ചകൾ കണ്ടതോടെ അവൻ അതിയായ ആവേശത്തിലാകുന്നു. ഒടുവിൽ കാറ്റിനെയും സമ്മതിപ്പിച്ച് അകത്തേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ 3 പേരും ചേർന്ന് ബാക്ക് റൂംസിലൂടെ പര്യവേഷണം തുടങ്ങുകയാണ്. ബോബി കാണുന്ന ഓരോ മുറിയും ക്യാമറയിൽ പകർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു ദൂരം പോയി കഴിഞ്ഞപ്പോൾ അവർ ഒരു ഇരുണ്ട തുരങ്കം കണ്ടു. അത് പരിശോധിക്കാനായിട്ട് ക്ലർക്ക് ഒരു കട്ടിലിൽ കയറി കെട്ടിയിട്ട് അതിൻ്റെ മറ്റേ അറ്റം ബോബിയുമായിട്ട് ബന്ധിപ്പിക്കുന്നു. ശേഷം അവനെ തുരങ്കത്തിനുള്ളിലേക്ക് അയക്കുകയാണ്. അകത്തേക്ക് പോകുന്തോറും തുരങ്കം കൂടുതൽ ഇടുങ്ങിയതായിട്ട് മാറുന്നു. ഒടുവിൽ ഇഴഞ്ഞ് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന അവസ്ഥയിലാവാണ്. തുരങ്കത്തിൻ്റെ അവസാനം ഒരു മുറിയിലേക്ക് എത്തി ബോബി അവിടെ കൂമ്പാരമായി കിടക്കുന്ന അലക്കിയ വസ്ത്രങ്ങൾ കാണുന്നു. അതിനൊപ്പം സഹിക്കാൻ പോലും പറ്റാത്ത ഒരു ദുർഗന്ധവും. തൊട്ടടുത്ത മുറിയിൽ ലൈറ്റുകൾ മിന്നിമറയുന്നതും അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. അവിടേക്ക് പോയി നോക്കാമെന്ന് തോന്നിയെങ്കിലും കയർ അത്രയും നീളമുള്ളതായിരുന്നില്ല. അപ്പോഴാണ് പെട്ടെന്ന് മറ്റൊരു മുറിയിൽ നിന്ന് ഒരു ഭീകരജീവി പ്രത്യക്ഷപ്പെടുന്നത്. അത് കണ്ട നിമിഷം തന്നെ ബോബി ജീവനം കൊണ്ട് ഓടുന്നത് പോലെ തുരങ്കത്തിലൂടെ തിരികെ കയറാൻ ശ്രമിക്കുകയാണ്. മുകളിൽ നിൽക്കുന്നവരോട് തന്നെ വലിച്ചു കയറ്റാനായിട്ട് അവൻ അലറി കരയുന്നുണ്ട്. ഒടുവിൽ ക്ലർക്കിൻ്റെയും കാറ്റിൻ്റെയും അടുത്തെത്തിയ ശേഷം താൻ കണ്ട ജീവിയെക്കുറിച്ച് പറയാൻ തുടങ്ങുന്നു. പക്ഷേ വാക്കുകൾ പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ഒരു വിചിത്ര കാര്യം സംഭവിക്കുകയാണ്. കയർ പെട്ടെന്ന് തന്നെ വീണ്ടും തുരങ്കത്തിനുള്ളിലേക്ക് വലിക്കാൻ തുടങ്ങുന്നു. കാറ്റ് ബോബിയെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. ക്ലർക്കാണെങ്കിൽ കെട്ടഴിക്കാനും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മറുവശത്തുമുള്ള ശക്തി മനുഷ്യനേക്കാൾ ഭയാനകമായിരുന്നു. അല്പസമയം കൊണ്ട് തന്നെ ബോബി വീണ്ടും തുരങ്കത്തിനുള്ളിലേക്ക് വലിച്ചിഴക്കപ്പെടാണ്. അവിടെ നിന്ന് ഭീകരമായിട്ടുള്ള മൃഗത്തിൻ്റെ ശബ്ദങ്ങളും ബോബിയുടെ നിലവിളികളും കേൾക്കാൻ തുടങ്ങുന്നു. അടുത്ത നിമിഷം കയർ വീണ്ടും വലിക്കപ്പെടുകയും അതിനോട് കെട്ടിയിരുന്ന കട്ടിൽ നേരെ ക്ലർക്കിൻ്റെയും കാറ്റിൻ്റെയും ദിശയിലേക്ക് പറന്നു വരികയും ചെയ്യുന്നു. ക്യാമറയുമൊത്ത് അവർ നേരെ ആ തുരങ്കത്തിലേക്ക് വലിച്ചഴക്കപ്പെടാണ്. ഭയത്തോടെ നോക്കി നിൽക്കുമ്പോൾ ഒരു ഹാച്ചിൻ്റെ പിന്നിലേക്ക് ബോബി പ്രത്യക്ഷമാവുന്നു. അവൻ പോയ വഴിയിലാകെ രക്തപ്പാടുകൾ മാത്രം ബാക്കിയായിരുന്നു. ഇത് കണ്ട കാറ്റ് ഉടൻ തന്നെ തൻ്റെ ബോയ്ഫ്രണ്ടിനെ തിരഞ്ഞ് ആ ഇരുണ്ട മുറിയിലേക്ക് ഓടിക്കയറുകയാണ്. കുറച്ച് സെക്കൻഡുകൾക്കകം അവളുടെ നിലവിളി കേൾക്കാം. അതിന് പിന്നാലെ ആ ഹാച്ച് വീണ്ടും തുറക്കുന്നു. ആ ജീവി തിരിച്ചു വരികയാണെന്ന് മനസ്സിലാക്കിയ ക്ലർക്ക് ഉടനെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ചുമരിലുള്ള ഒരു ദ്വാരത്തിലൂടെ അവൻ അകത്തേക്ക് കടക്കുന്നു. ഇപ്പോഴും കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നു. അങ്ങനെ മാലിന്യങ്ങൾ നിറഞ്ഞ പല ഭാഗങ്ങളിലൂടെയും കടന്നുപോയ ശേഷം മറ്റൊരു ദ്വാരം കണ്ടെത്തുന്നു. അതിലൂടെ പുറത്തു വന്നപ്പോൾ അവൻ കണ്ട കാഴ്ച വ്യത്യസ്തമായിരുന്നു. ഇതുവരെ കണ്ട മഞ്ഞ നിറമുള്ള മുറികൾക്ക് പകരം ഇവിടെയെല്ലാം വെള്ള നിറത്തിലായിരുന്നു. പിന്നിൽ നിന്ന് ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങിയതോടെ ക്ലർക്ക് അടുത്ത വാതിൽ തുറക്കുകയാണ്. അത് വീണ്ടും മഞ്ഞ നിറമുള്ള മുറികളിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ അലക്കിയ വസ്ത്രങ്ങളുടെ കൂമ്പാരങ്ങളുണ്ടായിരുന്നു. കാറ്റ് എന്ന് വിളിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് പോവുകയാണ്. വഴിമധ്യേ ധാരാളം കസേരകൾ നിറഞ്ഞ ഒരു മുറിയും നിലത്തിനുള്ളിലേക്ക് താഴ്ന്നു പോകുന്ന സോഫകളും ഒരു ക്രച്ചും കാണുന്നു. പിന്നീട് ഒരു ഇടനാഴി അവൻ്റെ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ നിറഞ്ഞ ഒരു മുറിയിലേക്ക് എത്തിക്കുകയാണ്. അതിനുശേഷം വീണ്ടും നിരവധി ശൂന്യമുറികൾ. ഒടുവിൽ കണ്ട ആദ്യത്തെ വാതിൽ തന്നെ തുറന്ന് ക്ലർക്ക് അകത്തേക്ക് ഓടിക്കയറുന്നു. പക്ഷേ അകത്ത് കയറിയപ്പോൾ കണ്ടൊരു കാഴ്ച മറ്റൊരു പേടി സ്വപ്നം പോലെയായിരുന്നു. ക്രിസ്മസ് ട്രീയുടെ സംഗീതം കേൾക്കാം. അതിനെ ചുറ്റി നിരവധി മാനിക്യൂനുകൾ നിലത്തിനുള്ളിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ട്രീയുടെ പിന്നാലെ ഒരു കസേരയിൽ ആരോ ഇരിക്കുന്നതും അവൻ കാണുന്നുണ്ട്. ഹലോ എന്ന് ക്ലർക്ക് വിളിക്കുക. അയാളൊരു ലാമ്പ് തെളിയിക്കുന്നു. അപ്പോഴാണ് ക്ലർക്ക് മനസ്സിലാക്കുന്നത് ആ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ പകുതി പോലും ഇല്ലായിരുന്നു.
അതിലും ഭീകരമായിട്ട് അടുത്ത നിമിഷം ഒരു വികൃത രൂപമുള്ള സ്ത്രീ അവിടേക്ക് വരികയും ക്ലർക്കിന്റെ പിന്നാലെ പാഞ്ഞു വരികയും ചെയ്യുന്നു. വീണ്ടും ജീവനും കൊണ്ട് ഓടുന്നൊരവസ്ഥ. ഓടുന്നതിനിടയിൽ അവൻ പല ഭാഗങ്ങളും കടന്നു പോകുന്നുണ്ട്. എവിടെയും ക്രിസ്മസ് അലങ്കാരങ്ങൾ, ചിലയിടങ്ങളിലെ വീടിന്റെ മുൻവശം പോലെയുള്ള സെറ്റപ്പുകൾ. അങ്ങനെ ഒരു വീടിന്റെ വാതിലൂടെ കടന്നപ്പോൾ അവൻ നേരെ എത്തപ്പെടുന്നത് ഒരു ബാത്റൂമിലേക്കാണ്.